നമസ്കാരം. മനുഷ്യൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന രോഗങ്ങളിലൊന്ന് ക്യാൻസറാണ്. ക്യാൻസർ ബാധിച്ച് മരിക്കുന്നതിനേക്കാൾ ആളുകൾ ഇപ്പോൾ ഭയപ്പെടുന്നത് സ്ട്രോക്ക് വന്ന് ശരീരം തളർന്ന് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയെയാണെന്ന് പ്രമുഖ സ്ട്രോക്ക് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു കാലത്ത് വാർദ്ധക്യ സഹജമായ രോഗമായി മാത്രം കണ്ടിരുന്ന സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ഇന്ന് 40കളിലും 50കളിലുമുള്ള മധ്യവയസ്കരിൽ ഭയാനകമായ രീതിയിൽ വർദ്ധിച്ചു വരികയാണ്. എന്നാൽ കൃത്യമായ ജീവിതശൈലിയിലൂടെയും മുൻകരുതലുകളിലൂടെയും 90% സ്ട്രോക്കുകളും തടയാൻ സാധിക്കുമെന്നാണ് ആധുനിക മെഡിക്കൽ ലോകം വ്യക്തമാക്കുന്നത്. മധ്യവയസ്സിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് ഭാവിയിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുന്നത്. സ്ട്രോക്ക് ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ പലരും തിരിച്ചറിയാതെ പോകുന്നതുമായ ഒരു കാരണമാണ് ഏട്രിയൽ ഫിബ്രിലേഷൻ അഥവാ ഹൃദയമിടിപ്പിലെ താളപ്പിഴകൾ. ലോകമെമ്പാടുമുള്ള 5 പേരിൽ ഒരാളെ വീതം ബാധിക്കുന്ന ഈ ഹൃദയരോഗം പലപ്പോഴും യാതൊരുവിധ ലക്ഷണങ്ങളും പ്രകടിപ്പിക്കാറില്ല. ഈ രോഗാവസ്ഥയുള്ളവർക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ 5 ഇരട്ടി കൂടുതലാണ്. ഹൃദയമിടിപ്പ് അസമമാകുമ്പോൾ ഹൃദയത്തിനുള്ളിൽ രക്തം കട്ടപിടിക്കുകയും ഈ രക്തക്കട്ടകൾ പിൽക്കാലത്ത് മസ്തിഷ്കത്തിലെ പ്രധാന ധമനികളിലേക്ക് സഞ്ചരിച്ച് രക്തയോട്ടം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് സ്മാർട്ട് വാച്ചുകളിലെയും ഫിറ്റ്നസ് ബാൻഡുകളിലെയും ആധുനിക സെൻസറുകൾ വഴി പലരും ഈ രോഗാവസ്ഥ മുൻകൂട്ടി തിരിച്ചറിയുന്നുണ്ട്. നെഞ്ചിടിപ്പ്, ശ്വാസം മുട്ടൽ, കടുത്ത ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയോ സ്മാർട്ട് ഉപകരണങ്ങൾ മുന്നറിയിപ്പ് നൽകുകയോ ചെയ്താൽ ഒട്ടും വൈകാതെ ECG പരിശോധിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ ആരംഭിക്കേണ്ടതാണ്. പുകവലി രക്തധമനികളെ നശിപ്പിക്കുകയും ശരീരത്തിൽ വീക്കമുണ്ടാക്കുകയും രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ്. ഏത് പ്രായത്തിൽ പുകവലി ഉപേക്ഷിച്ചാലും അത് സ്ട്രോക്ക് സാധ്യത ഗണ്യമായി കുറയ്ക്കും. പുകവലിക്ക് പകരമായി ഇന്ന് യുവാക്കളും മധ്യവയസ്കരും ഉപയോഗിക്കുന്ന വേപ്പിംഗ്, നിക്കോട്ടിൻ പൗച്ചുകൾ ഇതൊന്നും പൂർണ്ണമായും സുരക്ഷിതമല്ല. നിക്കോട്ടിൻ ശരീരത്തിൽ എത്തുന്നത് രക്തസമ്മർദ്ദം ഉയർത്താനും ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കാനും കാരണമാകും. ഇതിനേക്കാൾ എല്ലാം ഉപരിയായി ഇന്ന് മധ്യവയസ്കരിൽ സ്ട്രോക്ക് വരാനുള്ള മറ്റൊരു പ്രധാന കാരണം കൊക്കൈൻ പോലുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗമാണ്. വല്ലപ്പോഴുമുള്ള ലഹരി ഉപയോഗം പോലും രക്തസമ്മർദ്ദത്തിൽ പെട്ടെന്ന് വൻ വർധനവുണ്ടാക്കുകയും തലച്ചോറിലെ രക്തധമനികൾ പൊട്ടുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും. ഭക്ഷണത്തിൽ അമിതമായി ഉപ്പ് ഉപയോഗിക്കുന്നത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും വലിയ കാരണമാണ്. വിപണിയിൽ ലഭിക്കുന്ന റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങൾ, പാക്കറ്റ് സോസുകൾ, ഫാസ്റ്റ് ഫുഡ് എന്നിവയിൽ ഉയർന്ന അളവിൽ ഉപ്പടങ്ങിയിട്ടുണ്ട്. ഹൃദയാരോഗ്യത്തിനും സ്ട്രോക്ക് പ്രതിരോധത്തിനും ഏറ്റവും അനുയോജ്യം മെഡിറ്ററേനിയൻ ഭക്ഷണ രീതിയാണ്. ഇത് ഹൃദ്രോഗ സാധ്യത 30% വരെ കുറയ്ക്കുന്നു. അതായത് പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, നട്ട്സ്, വിത്തുകൾ എന്നിവ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തണം. ഇറച്ചിക്ക് പകരം കൊഴുപ്പുള്ള മത്സ്യങ്ങളും വെണ്ണയ്ക്ക് പകരം ഒലീവ് ഓയിലും ഉപയോഗിക്കുന്നത് ശീലമാക്കുന്നത് നല്ലതാണ്. 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും തങ്ങളുടെ ശരീരത്തിന്റെ അളവുകളൊക്കെ ഒന്ന് കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. അതായത് രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, ബോഡി മാസ് ഇൻഡെക്സ് എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഉയർന്ന രക്തസമ്മർദ്ദമാണ് സ്ട്രോക്കിന്റെ ഏറ്റവും വലിയ കാരണമായി മാറുന്നത്. സാധാരണ നിലയിൽ രക്തസമ്മർദ്ദം 120/80 ആയിരിക്കുന്നതാണ് ഉചിതം. ക്ലിനിക്കുകളിൽ വെച്ച് നടത്തുന്ന പരിശോധനയിൽ ഇത് 140/90 മുകളിലാകുകയോ വീട്ടിൽ വിശ്രമവേളകളിൽ നടത്തുന്ന പരിശോധനകളിൽ തുടർച്ചയായി 135/85 ഇതിന് മുകളിൽ വരികയോ ചെയ്താൽ ഡോക്ടറെ കണ്ട് കൃത്യമായ ചികിത്സ തേടണം. വർഷത്തിലൊരിക്കൽ കൊളസ്ട്രോൾ പരിശോധന നടത്തേണ്ടതും വളരെ അത്യാവശ്യമാണ്. കൃത്യമായ അളവിലാണ് കൊളസ്ട്രോൾ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സ്ട്രോക്കിനെ പ്രതിരോധിക്കാൻ കഠിനമായ വ്യായാമങ്ങളൊന്നും ചെയ്യണമെന്നില്ല. മറിച്ച് കൃത്യമായ ഇടവേളകളിലുള്ള മിതമായ വ്യായാമങ്ങളാണ് കൂടുതൽ ഫലപ്രദം. ആഴ്ചയിൽ കുറഞ്ഞത് 150 മിനിറ്റെങ്കിലും മിതമായ രീതിയിലുള്ള വ്യായാമങ്ങൾക്കായി മാറ്റിവെക്കണം. നടക്കുമ്പോഴും സൈക്കിൾ ചവിട്ടുമ്പോഴും മറ്റൊരാളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള കുറഞ്ഞ തീവ്രതയിലുള്ള വ്യായാമ മുറകളാണ് ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത്. ഇതിനോടൊപ്പം കടുത്ത മദ്യപാന ശീലവും പൂർണ്ണമായി ഒഴിവാക്കണം. ഒപ്പം രാത്രിയിൽ 6 മണിക്കൂറിൽ കുറവ് ഉറങ്ങുന്ന വ്യക്തികളിൽ സ്ട്രോക്ക് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. സ്ട്രോക്ക് വരാതിരിക്കാൻ ദൈനംദിന ജീവിതത്തിൽ ചില പ്രായോഗിക മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. കമ്പ്യൂട്ടറിനും മൊബൈൽ ഫോണിനും മുന്നിൽ മണിക്കൂറുകളോളം തുടർച്ചയായി ഇരിക്കുന്നത് രക്തയോട്ടം മന്ദഗതിയിലാക്കും. അതിനാൽ ഓരോ 1 മണിക്കൂർ ഇരിക്കുമ്പോഴും 5 മിനിറ്റ് എഴുന്നേറ്റ് നടക്കാൻ ശ്രദ്ധിക്കുക. ഓഫീസുകളിൽ ലിഫ്റ്റുകൾക്ക് പകരം പടവുകൾ അതായത് സ്റ്റെപ്പുകൾ ഉപയോഗിക്കുന്നത് ശീലമാക്കണം. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി ദിവസവും 10 മിനിറ്റ് ധ്യാനമോ പ്രാണായാമമോ ചെയ്യുന്നത് നാഡീവ്യൂഹത്തെ ശാന്തമാക്കാനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കും.
പ്രായമാകും തോറും ദാഹം കുറയാൻ സാധ്യതയുള്ളതിനാൽ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ ദിവസവും കൃത്യമായ അളവിൽ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. ഒരു വ്യക്തിക്ക് സ്ട്രോക്ക് ഉണ്ടായാൽ ആദ്യത്തെ 4.5 മണിക്കൂർ എന്നത് വളരെ നിർണായകമാണ്. ഇതിനെ ഗോൾഡൻ അവർ എന്നാണ് വിളിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ കൃത്യമായ ചികിത്സ നൽകിയാൽ ജീവൻ രക്ഷിക്കാനും ശരീരം തളർന്നു പോകുന്നത് തടയാനും സാധിക്കും. ഇതിനായി ഫാസ്റ്റ് എന്ന സൂത്രവാക്യം എപ്പോഴും ഓർത്തുവെക്കുക. എഫ് എന്നാൽ മുഖത്തുണ്ടാകുന്ന മാറ്റം, ഫേഷ്യൽ ഡ്രൂപ്പ്, ചിരിക്കുമ്പോൾ മുഖത്തിന്റെ ഒരു വശം കോടിപ്പോകുക. എ എന്നാൽ കൈകളുടെ ബലക്കുറവ്, ആം വീക്ക്നെസ്, ഇരു കൈകളും മുകളിലേക്ക് ഉയർത്താൻ സാധിക്കാതെ വരിക. എസ് എന്നാൽ സംസാരത്തിലെ തടസ്സം, സ്ലർഡ് സ്പീച്ച്, വാക്കുകൾ കുഴഞ്ഞു പോകുക. ടി എന്നാൽ സമയം, ടൈം. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും സമയം കളയാതെ രോഗിയെ സ്ട്രോക്ക് ചികിത്സാ സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും കാണണം. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഈ വിലയേറിയ അറിവ് ഷെയർ ചെയ്യുകയും വേണം.